സംയോജിത കൃഷി ചേലക്കര ഏരിയ ശില്പശാല ചേലക്കര വായനശാലയിൽ വെച്ച് സംഘടിപ്പിച്ചു. സംയോജിത കൃഷി ചേലക്കര ഏരിയ ശില്പശാല ചേലക്കര ഗ്രാമീണ വായനശാലയിൽ വെച്ച് സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും സ്പെഷ്യലിസ്റ്റുകളാണ്. പനിക്കൊരു ഡോക്ടർ, തലവേദനയ്ക്കൊരു ഡോക്ടർ, തുമ്മൽ വന്നാൽ അതിന് വേറെ ഡോക്ടർ, എല്ലാം സ്പെഷ്യലൈസ് ആണ്. അപ്പൊ ആ രംഗത്തുള്ള പ്രയാസം നമുക്കറിയാം. പണ്ട് വൈദ്യന്റെ കുറിപ്പടി ഒരു നീട്ടിയെടുത്ത് അടിയിലും സുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചികിത്സയും കഴിയും, പിന്നെ രോഗവുമാവും. അതല്ലോ ഇതിനും ഒന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് അന്യം നിന്ന് പോകും. ഇതിനെ നമുക്ക് തിരിച്ചുപിടിക്കും. അങ്ങനെ തിരിച്ചുപിടിക്കുന്നത് പറഞ്ഞാൽ പോരാ, ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സംഗതിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ തല സംഘാടക സമിതികളുടെ പ്രവർത്തനം അതിന് ശില്പശാലയിൽ കഴിഞ്ഞാൽ 50 മുതൽ 100 വീട് വരെയുള്ള വീടുകൾക്ക് ഒരു കമ്മിറ്റി എന്ന രീതിയിലുള്ള തുക. 50 മുതൽ 100 വീട് വരെ എങ്ങനെയാണ് അതത് സ്ഥലത്ത് നമുക്ക് പ്രായോഗികമായിട്ട് നടത്താമെന്ന് ഓരോ പഞ്ചായത്തിലും പ്രത്യേകതയുണ്ടാവും. ബാബുക്ക് ഇവിടെ സംസാരിക്കും പറയുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബാബു നോക്കിയിട്ട് അതിനൊരു രൂഢീകരണത്തിന്റെ ഭാഗത്തും സംസാരിക്കുന്നു. ആ കമ്മിറ്റി പ്രവർത്തിക്കുന്ന കമ്മിറ്റിയാണ്. സംയോജിത കൃഷി ഏരിയ തല ചെയർമാൻ K. നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് PA ബാബു ചർച്ചകൾക്ക് ശേഷം ക്രോഡീകരിച്ച് സംസാരിച്ചു. കൺവീനർ TN പ്രഭാകരൻ, കർഷക സംഘം ഏരിയ സെക്രട്ടറി KP ഉമാശങ്കർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. കൃഷി രീതികളെക്കുറിച്ച് കാർഷിക വിദഗ്ധ കൃഷി ഓഫീസർ രേഖ ക്ലാസ് നയിച്ചു. CCV ന്യൂസ് ചേലക്കര.